ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായി തന്നെ അരിച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇഷ്ടമായോ നിങ്ങൾക്കൊക്കെ? അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിയതാണ്, ഇതൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് വേറെയും കുറച്ച് പൂക്കളൊക്കെ വാങ്ങാം. അപ്പോൾ അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മൾ കൂട്ടാൻ വയ്ക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് അവരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, നാടൻ അവരക്കയാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തതിന് ശേഷം അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് ഉള്ളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. എന്താ പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വലുതാണെങ്കിൽ ഒരു 3ആയിട്ട്, ചെറുതാണെങ്കിൽ ഒരു 2ആയിട്ട് നമുക്ക് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുഞ്ഞ് 2 വഴുതിരിങ്ങ, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മുരിങ്ങക്കായ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വന്നിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് മിറ്റമൊന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൂവൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ പരിപ്പൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ വെറ്റിയൊക്കെ അടിച്ച് പോകുമ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ വരുമ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ കുക്കറിലേക്ക് നമ്മൾ എന്താ പറയുക അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കായ, വഴുതിനിങ്ങ, അവരയ്ക്ക, ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചതച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ പരിപ്പിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് നമ്മൾ നന്നായി തന്നെ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയെടുക്കാം കേട്ടോ. കുറച്ച് മതി കേട്ടോ തേങ്ങ, നമ്മുടെ ഈ കൂട്ടാൻ അധികം തേങ്ങയുടെ ആവശ്യമില്ല. കുറച്ച് തേങ്ങ അങ്ങോട്ട് വേഗം തന്നെ ഒന്ന് ചിരവിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ചതിലേക്ക് നമ്മൾ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ തക്കാളി എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. പരിപ്പ് ചേർത്ത് കൊടുത്ത് പുളിപ്പിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത കാരണം അത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കിയപ്പോൾ പുളിപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വെറും തേങ്ങ അരച്ചിട്ട് വന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയിൽ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നോക്കിയപ്പോൾ ഉപ്പ് കുറവായ കാരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മല്ലിത്തല ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ പിന്നെ അതൊന്നും ചേർത്തില്ല കേട്ടോ. പിന്നെ കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അത് നമ്മൾ കടുക് വറുത്തത് നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വന്ന് നോക്കുമ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ നല്ല ഉറക്കം. നമ്മുടെ ഒരു പൂച്ചക്കുട്ടിയെ കാണാനില്ല പറഞ്ഞിട്ട് അശ്വിനും അക്ഷയും കൂടെ കുറേ തിരഞ്ഞു, കണ്ടതേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ 2 കുട്ടികൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കറുപ്പ് കളറായ കാരണം അശ്വൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടോ പൂച്ചകൾ. നമ്മുടെ അശ്വിനെ നമ്മുടെ പൂച്ചക്കുട്ടിയെ തിരഞ്ഞിട്ട് വെളിയിലൊക്കെ പോയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അശ്വിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളും പുറത്തൊന്ന് പോയിരിക്കണം. അപ്പോൾ ആദ്യം അക്ഷയ ഈ വശത്ത് നോക്കാൻ പോയി കേട്ടോ, അവിടെ ഇല്ല. പിന്നെ ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം വിളിച്ചു, പൂച്ചക്കുട്ടി എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ ഓടി വരികയാണ്. അപ്പോൾ അത് അതിൻ്റെ അടിയിൽ കിടന്ന കാരണം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ ഉണ്ടോ പറഞ്ഞു. പിന്നെ അങ്ങനെ ഓടിപ്പോയിട്ട് പൂച്ചക്കുട്ടിയെ നോക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടികൾ ഇപ്പോൾ എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടോ, അവിടെ ഉണ്ട്. ഇനി എല്ലാവിടെയും ഒന്ന് അരിച്ചു നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും പോകുമെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ പൂച്ചക്കുട്ടിയൊക്കെ അവിടെ ഉണ്ട് പറഞ്ഞു. അവൻ പിന്നെ തിരിച്ച് വന്നു. അതിനുശേഷം നമ്മൾ 2 നിത്യകല്യാണം നല്ല ഫ്രഷായിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാലൊക്കെ അടുപ്പി വെച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. വരുമ്പോഴേക്കും തന്നെ നമ്മുടെ പാലെല്ലാം
തിളച്ച് കറക്റ്റായി വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒഴിച്ച് മാറ്റി. ഇന്നലെ നമ്മളിതുപോലെ വൈകുന്നേരമാണ് കേട്ടോ പാല് ചൂടാക്കാൻ വെച്ച് രാവിലെ ഞാൻ ചൂടാക്കണ്ട വിട്ടുപോയിട്ടാ. അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഇതുപോലെ ചായ വെക്കാൻ നോക്കുമ്പോൾ പാല് ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു നമ്മുടെ കറണ്ട് അടുപ്പിൽ പാല് ചൂടാക്കാനും വെച്ച് ഗ്യാസിൽ ചായയും വെച്ചു കേട്ടോ. അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഉമ്മർത്ത് പോയിരുന്ന് ചായ കുടിച്ച് അശ്വിനും ഞാനും അക്ഷയും കൂടെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നല്ലൊരു കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു 3/4 ലിറ്റർ പാലുണ്ടാവും കേട്ടോ. അത് ഫുള്ളായി വറ്റി അടുക്കി പിടിച്ച് കട്ട പോലെ ആയിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലെ വെളിയിൽ പോയിരുന്നത് ആകെ മറന്നുപോയി കേട്ടോ. അങ്ങനെ നമ്മുടെ പാലെല്ലാം കട്ട പിടിച്ച് പോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി തന്നെ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു കുഞ്ഞു പിടി നമ്മുടെ പുതിന ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചത് നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ട പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്ന് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പുതിന ചമ്മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം അരച്ചതിന് ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാതളം വൃത്തിയാക്കുന്നുണ്ടായിരുന്നില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേന്ത്രപ്പഴം നീളത്തിലല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചോളത്തിൻ്റെ, അത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് തനിയെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേനൊക്കെ നമുക്ക് കുറച്ച് ചേർത്താൽ മതി. നമ്മുടെ പഴങ്ങൾക്കൊക്കെ നല്ല മധുരം ഉണ്ടല്ലോ. അപ്പം എന്നാലും ഞാൻ കുറച്ച് തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സാലഡ്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് കുലുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും എരിവും മധുരവും എല്ലാം കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തന്നെ അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ ദോശക്കല്ലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വേഗം തന്നെ ഒന്ന് ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ള കൂട്ടാനും നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുളിപ്പ് ഒരുപാട് വേണ്ട, കുറച്ച് അങ്ങോട്ട് കമ്മിയാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും നമ്മുടെ ചമ്മന്തിയും ദോശയും കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിനെ ആദ്യം വിളിച്ചപ്പോൾ വരാ പറഞ്ഞു. പിന്നെ ഞാൻ ദോശയൊക്കെ എടുത്ത് റെഡിയായി. പിന്നെ അവനാണെന്നും പറഞ്ഞ് ഞാൻ കുറച്ച് ചാറൊക്കെ ഒഴിച്ച് നമ്മുടെ ദോശ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷെ അവൻ വന്നില്ല. പിന്നെ ഞാൻ ആ ദോശ പിന്നെ വേഗം തന്നെ നമ്മുടെ അക്ഷയ്ക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അക്ഷയ്ക്ക് പോകണം കേട്ടോ, ഇന്ന് പരീക്ഷയുണ്ട്. അപ്പോൾ ഇടയിൽ ലീവും ഇടയിൽ പരീക്ഷയാണ് കേട്ടോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ പോകണം കേട്ടോ. സാധാരണ പോകുമ്പോൾ തന്നെ അവൾക്ക് പോകണം. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ കൂട്ടാനും ദോശയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കഴിക്കാൻ കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വ നേരത്തെ വന്നിട്ട് ഭക്ഷണം വാരിത്തരുമെന്ന് ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ആദ്യം അവൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൻ കഴിക്കാൻ വന്നില്ല. പിന്നെ ഞാൻ വേഗം തന്നെ അക്ഷയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവന് വാരി കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ ദോശയൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു, അക്ഷയ്ക്ക് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ അശ്വിനും കൂടെ ദോശ എടുത്തിട്ട് ഒന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയൊക്കെ കൊണ്ടുപോയ സമയത്ത് ഞാൻ ആകെ മറന്നുപോയി കേട്ടോ. സാലഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാലഡിൻ്റെ ഓർമ്മയെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അക്ഷയ്ക്ക് ആദ്യം കൊടുക്കാനും മറന്നുപോയി, അശ്വിന് കൊടുക്കാനും ഒക്കെ മറന്നുപോയി കേട്ടോ. പിന്നീട് ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ അശ്വിന് വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ രാവിലെ വാരി കൊടുത്താലേ നേരെ കഴിക്കുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് വാരി കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് കുറച്ച് വറ്റൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് പ്രത്യേകിച്ച് വേറെ കൂട്ടാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടാൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്
വറ്റൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വറ്റലൊക്കെ ഒന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം വേഗം തന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അശ്വിന് ചോറാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അശ്വിന് ചോറും അതുപോലെ നമ്മുടെ കറിയും അതുപോലെ വറ്റലും ഒക്കെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവന് ചോറാക്കി. ഇന്ന് ആർക്കും ചോറൊന്നും അക്ഷയ്ക്ക് ചോറ് കൊണ്ടുപോകണ്ട കേട്ടോ, ഉച്ചവരെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അക്ഷയ്ക്ക് ചോറാക്കേണ്ടിയിരുന്നത്. അങ്ങനെ വറ്റലൊക്കെ ആക്കി കൊടുത്ത് റെഡിയായി കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ അക്ഷയ സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ചോറും പാത്രത്തിൽ ചോറൊക്കെ ആക്കണ്ട. അപ്പോൾ എന്താ ചെയ്യുക പറഞ്ഞാൽ നമുക്കപ്പോൾ ഈ പാത്രത്തിൽ കറി കൊണ്ടുപോകണ ശീലമൊന്നും ഇല്ല കേട്ടോ. ശീലവും ഇല്ല, ഒന്നാമത്തെ ഓർമ്മയുണ്ടാവില്ല, അങ്ങനെ കൊണ്ടുപോകാറും ഇല്ല കേട്ടോ. നമ്മൾ ചോറാക്കിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കൂട്ടാനൊക്കെ ആക്കി വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കഷ്ണങ്ങളും അതുപോലെ ചാറുകളും എല്ലാം കൂടെ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് കൊണ്ടുപോകാറുള്ളത്. നമ്മൾ അതെല്ലാം കൊണ്ടുപോയി നമ്മൾ ഉച്ച സമയത്ത് നമ്മുടെ ചോറും പാത്രം തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടാകും കേട്ടോ. അതിൽ ഉപ്പും എരിവും എല്ലാം നമ്മുടെ ചോറിലേക്ക് പോയിട്ട് വെറും കഷ്ണം പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുമാരെല്ലാവരും കൂടിയിട്ടാണല്ലോ കഴിക്കുക. അവർ കുറേ പേരൊക്കെ ഇതുപോലെ പാത്രത്തിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ പാത്രത്തിൽ നിന്നല്ല, ഈ നമ്മുടെ ചോറും പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചുകൊണ്ട് പോകാറുള്ളത്. അത് ഉച്ചയാകുമ്പോഴേക്കും തന്നെ ഉപ്പൂല എരിവൂലാണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. പക്ഷെ അത് വാഴയ്ക്കയും മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതൽ കഷ്ണങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പം നമ്മളിങ്ങനെ പങ്കുന്ന സമയത്ത് ഓരോരോ കഷ്ണം ഓരോ ആൾക്കാർക്ക് കൊടുക്കണ്ട. അന്നൊന്നും അത് വലിയ വിഷയമൊന്നും അല്ലല്ലോ, നമ്മൾ കൊടുത്ത് അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ കഴിക്കുന്നതിനും അങ്ങനെ കൊണ്ടുപോകുന്നതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഞാൻ അശ്വിന് എപ്പോഴും ചോറാക്കി കൊടുക്കുമ്പോൾ അത് ആലോചിക്കാറുണ്ട് കേട്ടോ. അവൻ എത്ര പാത്രങ്ങൾ ഉണ്ടെങ്കിലും പാത്രത്തിലൊന്നും കറി കൊണ്ടുപോകില്ല കേട്ടോ. എന്ത് കറിയാണെങ്കിലും അവൻ ചോറ്റിൽ ഒഴിച്ചിട്ട് മതി പറയും കേട്ടോ. അക്ഷയും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊക്കെ അവൾ പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. പക്ഷേ അശ്വിന് നമ്മൾ എന്ത് കറി വെച്ചാലും അവനത് ചോറ്റിൽ തന്നെ മതി പറയും കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കൽ, നമ്മൾ പാത്രം കഴുകൽ, അടിക്കൽ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.